ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് മതം തന്നെ ഉണ്ടായിട്ടുള്ളത്. മതം എന്ന വാക്കുണ്ടായത്, വാക്കിൻ്റെ ഇംഗ്ലീഷ് പദമുണ്ടായത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്. മതത്തിൻ്റെ ഇംഗ്ലീഷ് പദം റിലിജിയൻ എന്നാണല്ലോ. റിലിജിയൻ എന്ന വാക്കുണ്ടായത് രണ്ട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. ഒന്ന് റേ, രണ്ട് ലേജെ. ഈ രണ്ട് പദങ്ങൾക്ക് അർത്ഥം റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം എന്താണെന്നറിയാമോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് കുട്ടികളോട് ചോദിച്ചു, ഈ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ മക്കളെ വ്യത്യാസം? ഒരു കുട്ടിക്ക് ഉത്തരം കൃത്യമായി പറയാൻ അറിയാത്തപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുക പ്രധാനമന്ത്രിയാണ്, അപ്പോൾ പ്രസിഡന്റിന് പതാക ഉയർത്താൻ ഒരു ദിവസമില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് റിപ്പബ്ലിക് ദിനം. നമ്മുടെ ഈ ലോകം എല്ലാവർക്കും തുല്യ അവകാശപ്പെട്ടതായിരുന്നു. അതാണ് പിന്നെ പലരുടെയും കയ്യിലേക്ക് പോയത്. പിന്നെ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലേക്ക് പോയി. അത് വീണ്ടും ജനങ്ങൾക്ക് തന്നെ കൊടുത്ത ദിവസമാണ് റേ പബ്ലിക്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനമല്ലേ? പൊതുജനത്തിന് വീണ്ടും അധികാരം കിട്ടിയ ദിവസം, അതാണ് റിപ്പബ്ലിക് ഡേ. റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. ലേജെ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് മൃഗങ്ങളെപ്പോലെ ഉണ്ണാനും ഉറങ്ങാനും സന്തതി പരമ്പരകളെ ഉണ്ടാക്കാനും മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാലോ. തന്റെ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പരിമിതികൾക്കപ്പുറത്തേക്ക് ലോകത്തിന്റെ അറ്റത്തോളം ചിന്തിക്കാനും, ദേശത്തിന്റെ അറ്റത്തോളം ചിന്തിക്കുവാനും, കാലത്തിന്റെ അറ്റത്തോളം ചിന്തിക്കുവാനുമാണ് മനുഷ്യനുണ്ടായത്. കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ. 2023 നവംബർ മാസം 14-ാം തീയതിയാണ്. ഇന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. ഇന്ന് ശിശുദിനമാണെന്ന് ഏതെങ്കിലും പശുവിനോ പട്ടിക്കോ അറിയാവോ? അറിയില്ല. ഇന്ന് ചൊവ്വാഴ്ചയാണെന്നറിയുന്ന ഒരു പക്ഷിയും നമ്മുടെ നാട്ടിലില്ല. കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് ഏതാ പഞ്ചായത്ത്? കിഴക്കോത്ത് പഞ്ചായത്തിൽ നിന്ന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത പശുക്കൾ ഉണ്ടാവുമല്ലോ കുറെ. ഏതെങ്കിലും പശുവിന് അറിയാവോ ഇത് കിഴക്കോത്ത് പഞ്ചായത്താണെന്ന്? അറിയില്ല. ദേശബോധവും കാലബോധവും നമുക്കേ ഉള്ളൂ. ആ ബോധം വെച്ചിട്ട് കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ, ദേശത്തിനും കാലത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നപ്പോഴാണ് നമ്മൾ മനുഷ്യർ ബുദ്ധി വളർന്നത്. അപ്പുറത്ത് പോകണം, അതിനാ വാഹനങ്ങൾ കണ്ടുപിടിച്ചത്, വിമാനങ്ങൾ കണ്ടുപിടിച്ചത്. കാലത്തിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, നമുക്ക് നിശ്ചയിച്ചൊരായുസിന്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യമുണ്ടാകുമ്പോഴും ഈ ലോകത്തുള്ള ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഹദീസുകൾ പുറപ്പെടുവിച്ചത് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കുന്ന, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ടാവട്ടത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഈ ഭൂമിയിൽ ഇനി ജനിക്കാനിരിക്കുന്ന അനന്തകോടി വർഷങ്ങളിൽ വരാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. കാലത്തിനപ്പുറത്തേക്ക് പോകാനാണ് അദ്ദേഹത്തോട് ഇഖ്റാ എന്ന് പറഞ്ഞത് ജിബ്രീൽ മാലാഖ. നീ വായിക്കാൻ പറഞ്ഞത്, ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞത്. കാലത്തിനപ്പുറത്തേക്ക് പോകാൻ, ദേശത്തിനപ്പുറത്തേക്ക് പോകാൻ, മക്കയിലും മദീനയിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഈ ഭൂമി മുഴുവൻ പരന്നത് മനുഷ്യന് ദേശാധിപത്യമായിട്ടുള്ള ചിന്തയുണ്ടായതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ്. ഈ കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ഫിലോസഫിയെ, നമ്മുടെ തത്വശാസ്ത്രത്തെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ നന്മയെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് മനുഷ്യനുണ്ടായത്. ആ മനുഷ്യൻ പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ ആന്തരികമായ അറിവുകൾ വളർത്തിയിട്ട് അത് ബാഹ്യമായ വെളിച്ചമാക്കി മാറ്റുന്നതിന് പകരം ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്റെ സുഖസൗകര്യങ്ങൾ, ഭക്ഷണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, വസ്ത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, ധനം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശരീരത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ലോകത്ത് ഇബ്ലീസ് ഉണ്ടാകാൻ കാരണം.
ഈ ലോകത്ത് മനുഷ്യരെ ഉണ്ടാക്കിയപ്പോ അവരെല്ലാം മലക്കുകളുടെ തുടർച്ചയായിട്ട് വരുമെന്നായിരുന്നു പടച്ചോൻ പ്രതീക്ഷിച്ചത്. മലക്കുകൾ ആദ്യം നെഗറ്റീവിൽ നിന്ന് ഫുൾ പോസിറ്റീവിലേക്ക് മാറി. ആദ്യത്തെ ഫുൾ നെഗറ്റീവാ, അത് ജിന്നുകളായിരുന്നല്ലോ. പിന്നിൽ നിന്ന് പിന്നെ ഉണ്ടാക്കിയത് ജിന്നുകളെ നശിപ്പിച്ചിട്ട് മലക്കുകളെ ഉണ്ടാക്കിയല്ലോ. മലക്കുകൾ എന്താ? ഫുൾ പോസിറ്റീവാ. ഈ ഫുൾ പോസിറ്റീവായാൽ എന്താ കുഴപ്പം? വിശേഷ ബുദ്ധി കുറവാ. എന്താ പറയുന്നത് അത് കേൾക്കും. അതിന്റെ അപ്പുറം സ്വന്തം ബുദ്ധിയില്ല. അപ്പോഴാണല്ലോ മനുഷ്യന്മാരെ ഉണ്ടാക്കിയത്. ആ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് എപ്പോഴും പടച്ചോനെ പടച്ചോനെ എന്ന് പറകെ നടക്കാതെ അവന് പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട്, നമുക്ക് കിട്ടിയ അറിവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതം ഇന്നലെ ഇല്ലാത്തതിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം ഇന്നുണ്ടാക്കാനുള്ള പരിശ്രമം നടത്താൻ സ്വന്തമായ ബുദ്ധിയാണ് മനുഷ്യന് പടച്ചോൻ ഉണ്ടാക്കി തന്നത്. അതുകൊണ്ടാണ് മലക്കുകൾ എതിർത്തപ്പോഴും മനുഷ്യന്മാരെ ഉണ്ടാക്കി. പക്ഷേ ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ബാക്കി വെച്ചിരുന്നല്ലോ. നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. കടപ്പുറത്ത് പൂയി ഇറക്കണോ? കടപ്പുറത്ത് ഞാൻ പൂയി ഇറക്കണ്ടല്ലോ. ജിന്നുകളെ കൂട്ടത്തിൽ ഒരുത്തനെ ബാക്കി വെച്ചിട്ട് മലക്കുകളുടെ നേതാവാക്കി വെച്ചിരുന്നല്ലോ. അവൻ വീണ്ടും ജിന്നായിട്ട് ഈ മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ഞാൻ ഈ മനുഷ്യന്മാരെ നശിപ്പിക്കാൻ അവന്റെ ഉള്ളിൽ കയറി കൂടുമെന്ന് പറഞ്ഞ ജിന്നാണല്ലോ ഇബിലീസ്. ഈ ഇബിലീസും മലക്കും മനുഷ്യരുമെല്ലാം വളരെ വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ, തത്വശാസ്ത്രത്തിന്റെ, ഫിലോസഫിയുടെ പ്രതീകാത്മകമായ കഥകളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ദർശനത്തിലേക്ക് പോകുന്നത്. നമ്മളുടെ ഗുരു ലഘു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗുരുത്വം എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ഗുരുത്വം ഇല്ലാതിരിക്കുന്നതാണ് ഗുരുത്വക്കേട് എന്ന് പറയാ. അതിന് കുരുത്തക്കേട് എന്നാ പറയണ്ട. എന്താ ഈ ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. മൃഗത്തിനും മനുഷ്യനും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഏതാ ഗുരു ഏതാ ലഘു എന്നതിലാണ്. മൃഗങ്ങൾക്ക് ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാണ്. മൃഗങ്ങൾക്ക് മനസ്സെല്ലുണ്ട്, മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. മൃഗങ്ങൾക്ക് കണക്കറിയോ? കൃത്യമായിട്ട് അറിയാം കണക്ക്. ഞാൻ തെളിവ് തരട്ടെ. നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ റോഡിന്റെ പകുതിക്ക് ഇപ്പുറത്തൊരു പട്ടി കിടക്കുന്നു. പട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ബൈക്കിന് പോകേണ്ട സ്ഥലം അതിൻ്റെ അപ്പുറത്തുണ്ട്. പട്ടി അനങ്ങൂല, കിടന്നിടത്ത് കിടക്കും. അതിന് കണക്കറിയാലോ, ഇത്ര വീതിയേ ഉള്ളൂ ആ വണ്ടിക്ക് കണക്കറിയാലോ. എന്നാൽ ഒരു ലോറി വന്ന് നോക്കട്ടെ. ലോറിക്ക് വീതി ജാസ്തി ഉണ്ടെന്ന് പട്ടിക്ക് മനസ്സിലായിട്ടാണ് പട്ടി എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നത്. അപ്പോൾ കണക്ക് പട്ടിക്കറിയാലോ. അതിനും മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സാണോ പ്രധാനം, ശരീരമാണോ പ്രധാനം? ഒരു പശുവിന് മൂത്രമൊഴിക്കാൻ ചാണകമിടണമെന്ന് തോന്നിയാൽ, ശരീരത്തിന് അതിൻ്റെ ചോദനയുണ്ടായാൽ മനസ്സ് പറയാ പറ്റില്ല, ഇത് ആൾക്കൂട്ടമാണ്, തെരുവാണ്, ഇവിടെ ഇത് ODF പഞ്ചായത്താ. ഈ പഞ്ചായത്ത് ODF ആയോ? ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, വെളിയിട വിസർജനം നിരോധിച്ച പഞ്ചായത്താണ്, ഇവിടെ പറ്റില്ല, ആലെ ചെല്ലട്ടെ എന്ന് മനസ്സ് അതിനോട് പറഞ്ഞിട്ട് ശരീരത്തെ അടക്കി വെക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല. ശരീരം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മനസ്സ് കീഴ്പ്പെട്ടിട്ട് വാല് പൊന്തിച്ചു കൊടുക്കും, മൂത്രം ഒഴിക്കും, ചാണകിടും. അപ്പൊ ശരീരം ഗുരുവാകുന്നതാണ് മൃഗം. നമുക്കത് പറ്റില്ല. നമുക്കും ചോദനകളിൽ നമുക്കെല്ലാം ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരീരവും മൃഗത്തിന്റെ തന്നെയാ, അല്ലേ? മൃഗത്തിൻ്റെതായ എല്ലാ സ്വഭാവവിശേഷവും നമ്മുടെ ശരീരത്തിനുണ്ട്. മൃഗത്തിനും 2 കണ്ണ, നമുക്കും 2 കണ്ണ. മൃഗത്തിന് മൂക്കിന് 2 ദ്വാരം, നമുക്കും മൂക്കിന് 2 ദ്വാരം. മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ട്. ശരീരം കൊണ്ട് നമ്മൾ മൃഗത്തിന്റെ എല്ലാ സ്വഭാവവിശേഷവും നമുക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചോദനകൾ ഉണ്ടാവും. ഉറക്ക് വരും, വിസർജിക്കാൻ തോന്നും, വിശപ്പ് വരും, ഇണചേരാൻ തോന്നും. ഇതൊക്കെ ശരീരത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ട്. മനസ്സ് ഗുരുവും ശരീരം ലഘുവുമാകുമ്പോൾ മനുഷ്യനാവുന്നു. ശരീരം ഗുരുവും മനസ്സ് ലഘുവുമാകുമ്പോൾ മൃഗമാകുന്നു. ആ മനസ്സ് നമുക്ക് ലഭിച്ചതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹത്വം. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? പടച്ചോന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ നമുക്ക് കിട്ടിയ? എനിക്ക് വലിയ ആചാര മോനാക്കിയിട്ട് എന്നെ ജനിപ്പിച്ചെന്നല്ലോ എന്നാണോ? എന്നെ കേരളത്തിൽ ജനിപ്പിച്ചു തന്നു എന്നാണോ? എന്നെ പടച്ചോന്റെ മതത്തിൽ ജനിപ്പിച്ചു എന്നാണോ?
ഇതൊന്നുമല്ല അനുഗ്രഹം. പടച്ചോനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മനസ്സെനിക്ക് തന്നല്ലോ. ആ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നല്ല ശരീരഘടന എനിക്ക് തന്നല്ലോ. ആ ശരീരഘടനയുടെ മഹത്വം നിങ്ങൾ നോക്കൂ. ഏറ്റവും പ്രധാനം നമ്മുടെ തലച്ചോറായതുകൊണ്ട് ഏറ്റവും മേലെയല്ലേ തലച്ചോറ് പിടിപ്പിച്ച്, തലച്ചോറ് കാലിൻ്റെ അടിയിലായിട്ടാ നമ്മളെ സൃഷ്ടിച്ചുള്ള കഥയാലോചിക്കുക. ആ തലച്ചോറിന് ഏറ്റവും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിന് ചുറ്റുവട്ടം ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് അതിനെ പൊതിഞ്ഞില്ലേ. തലച്ചോറിനെ അസ്ഥി കൊണ്ട് പൊതിഞ്ഞ ഏറ്റവും ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ഏതാ? എല്ല്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? തലച്ചോറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് തൊട്ടു താഴെ നമ്മുടെ കാഴ്ചകളും കേൾവിയും. നമ്മുടെ കാഴ്ചകൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ, ഇവിടുത്തെ കേൾവികൾ ശബ്ദങ്ങൾ കേൾക്കാൻ തൊട്ടു താഴെ കണ്ണും ചെവിയും പിടിപ്പിച്ചു തന്നില്ലേ? കണ്ണും ചെവിയും പിടിപ്പിച്ചു തന്നു. ആ കണ്ണിൽ പൊടിപടലങ്ങൾ വീഴാതിരിക്കാൻ ഒരു പുരികക്കൊടി പിടിപ്പിച്ചു തന്നില്ലേ? രണ്ടും ഒരു ചെരിച്ചു കെട്ടിയൊരു സൺഷെയ്ഡ്, പൊടി വീഴാതെ കണ്ണിൽ. പിന്നെയും താഴെ ഒരു പോള പിടിപ്പിച്ചു. ആ പോളയുടെ അറ്റത്തും അല്പരോമങ്ങൾ പിടിപ്പിച്ചു തന്നില്ലേ? അത്രയും പൊടിയില്ലാതെ സൂക്ഷിക്കണം. ആ കണ്ണാവട്ടെ എന്തെങ്കിലും പൊടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകണ്ടല്ലോ, സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കണ്ടല്ലോ. ആ പൊടിയെ കഴുകാൻ കണ്ണിൽ അകത്തു തന്നെ സെൽഫ് സർവീസിംഗ് സംവിധാനം. എന്തൊരു അത്ഭുതമാണെന്ന്! പടച്ചോന്റെ കുതിർത്ത് കാണാൻ നിങ്ങൾ വേറെ എവിടെയും പോണ്ട. ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു പൊടി പോയാൽ ആ കണ്ണീര് കൊണ്ട് അതിനെ അപ്പം തന്നെ കഴുകിത്തരുന്ന ഒരു അത്ഭുതമില്ലേ? ആ അത്ഭുതത്തെ കാണാൻ പറ്റാതെ എവിടെയെങ്കിലും പോയിട്ട് പടച്ചോനെ കാണാൻ നോക്കുന്നതിൽ വിഡ്ഢിത്തമാ. ഇവിടെ പടച്ചോനെ കാണാം. ആ കണ്ണീരുണ്ടാക്കി തന്നില്ലേ? ഭക്ഷണത്തിന്റെ മണം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുന്ന മൂക്ക് വായക്ക് തൊട്ടു മേലെ പിടിപ്പിച്ചു തന്നില്ലേ? മൂക്ക് താഴെയാണെങ്കിൽ ഇത് ഈ കെട്ടതാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? മൂക്കിന്റെ അടുത്തെത്തുമ്പോ മനസ്സിലാവുമല്ലോ ഇത് പോക്കാണ് സംഭവം. ആ വായക്കകത്ത് രുചിമുകളങ്ങൾ, എരിവറിയാൻ വേറെ, പുളിയറിയാൻ വേറെ, മധുരമറിയാൻ വേറെ. ഓരോ സ്ഥലത്തും എല്ലാം ഒരു സ്ഥലത്തല്ല. ഈ നാവില് എല്ലായിടത്തും രുചി അറിയുന്ന ഒരേ രസമുകുളങ്ങളല്ല, പലയിടങ്ങളിൽ രസമുകുളങ്ങൾ. ആ രസമുകുളങ്ങളിൽ രുചി അറിയാൻ പറ്റുന്നത് മാത്രമല്ല, ആ നാവ് നിങ്ങളൊരു വടി പോലെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഭാഷയുണ്ടാകുമായിരുന്നോ? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നോ? ഈ നാവ് എങ്ങോട്ട് വളച്ചാലും വളയുന്ന വിധത്തിൽ കണ്ഠനാളത്തിൽ നിന്ന് കണ്ഠ്യവും, ആ നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് ചാച്ചാഞ്ഞ താലവ്യവും, ആ നാവിന്റെ അറ്റം മൂർധാവിൽ കുത്തിയിട്ട് ടാട്ടാടാട്ടാണ്ണ മൂർധന്യവും, ആ നാവിന്റെ അറ്റം പല്ലുമ്മ തൊട്ടിട്ട് താത്താന്ന ദന്ത്യവും, ആ ചുണ്ട് പൂട്ടി തുറന്നിട്ട് പാപ്പാ ബാപ്പാമ ഓഷ്ഠ്യവും അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ നാവും ഈ ചുണ്ടും ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് സ്നേഹത്തിന്റെ ഞാനിപ്പോ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ? ആ നാവിന്റെ ഫ്ലെക്സിബിലിറ്റി അത്ഭുതമല്ലേ? അവിടെ തൊട്ടു താഴെയുള്ള ശ്വാസകോശവും അവിടത്തെ ഹൃദയവും, ഇതിനെ പൊതിയാൻ തലയോട്ടി പോലുള്ള ഒരു എല്ലുകൊണ്ടാണ് നമ്മുടെ നെഞ്ചുകൂട് പൊതിഞ്ഞിരുന്നുവെങ്കിൽ ജനിച്ചിട്ട് മണിക്കൂറുകൾക്കകം നമ്മൾ മരിച്ചു പോകും. കാരണം ശ്വാസകോശം വികസിക്കുകയും ഹൃദയം വികസിക്കുകയും ശ്വാസകോശവും ഹൃദയവും ചുരുങ്ങുകയും ചെയ്യണമെങ്കിൽ ഇത് കട്ടിയുള്ള എല്ലാകാൻ പറ്റില്ല. അതുകൊണ്ട് കണക്കായിട്ടൊരു ഗ്രില്ലാ പിടിപ്പിച്ചു തന്നല്ലേ? ഓട്ടകളിലെ ഗ്രില്ലല്ലേ പിടിപ്പിച്ചത്? ആ ഗ്രില്ലിന്റെ ഒരു മഹത്വം നോക്കൂ. വികസിക്കാനും ചുരുങ്ങാനും. അതിന് താഴെ വയറ്, ഭക്ഷണം കഴിക്കാനുള്ള വയറ്. ആ ഭക്ഷണം കഴിക്കാനുള്ള വയറ് തലക്ക് മേലെയായി, വായക്ക് മേലെയാ വയറ് പിടിപ്പിച്ചെങ്കിൽ തല കുത്തനെ തിന്നണ്ടേ? മേലോട്ട് കയറുവോ? അത് കഴിഞ്ഞിട്ടുള്ള വിസർജ്യ വസ്തുക്കൾ, വിസർജ്യ സ്ഥാനങ്ങൾ, അത് മുമ്പിലുള്ളത് പറകിലുള്ള മുമ്പിലുമായി പോയെങ്കിൽ കഷ്ടാലോചിച്ച് കേട്ടെങ്കിൽ ആലോചിച്ചോക്ക്. എന്തൊരു കഷ്ടമാകുമായിരുന്നു. ക്ലോസറ്റിൽ കുമ്പിട്ട് കിടക്കേണ്ടി വരില്ലേ? ആലോചിച്ചോക്ക്. ഇതെല്ലാം എന്തൊരു അത്ഭുതമാണെന്ന്. ഈ തന്നിരിക്കുന്ന ഈ ജന്മം വിശിഷ്ട ജന്മമാണെന്നും അത്ഭുത ജന്മമാണെന്നും തിരിച്ചറിയാതെ ആ വിശിഷ്ട ജന്മത്തെ മൃഗങ്ങളെപ്പോലെ ദുശ്ചിതാനന്ദത്തിന്റെ പുറകെ പോയിട്ട് ദുരുപയോഗം ചെയ്യുന്ന വിഡ്ഢികളാണ് ഇന്ന് ലോകത്ത് കൂടുതലുള്ളത്. അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. പടച്ചോൻ ഇതൊക്കെ തന്നിട്ട്, പ്രകൃതി ഇതൊക്കെ തന്നിട്ട്, അതിനെ കൊണ്ട് സ്വന്തമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ ഉണ്ടാവാൻ ചുറ്റുവട്ടമുള്ള കാലത്തെയും
ചുറ്റുവട്ടമുള്ള ദേശത്തെയും പറ്റി കൃത്യമായ അറിവ് വേണം. മനുഷ്യന്റെ പ്രത്യേകത, അവന് ഭൂതകാലമുണ്ട്, അവന് ഭാവികാലമുണ്ട്. വർത്തമാനകാലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയണം. ഒരു പക്ഷിമൃഗാദികൾക്കും അവന്റെ ചരിത്രം അറിയില്ല, അവന്റെ ദേശമറിയില്ല, ചരിത്രമറിയില്ല. നമുക്ക് എന്തെല്ലാം ചരിത്രമുണ്ട്. 1400 കൊല്ലം മുമ്പുള്ള പ്രവാചകന്റെ ചരിത്രം, 2000 കൊല്ലം മുമ്പുള്ള ഈസാ നബിയുടെ ചരിത്രം, അതിനു മുമ്പ് മൂസാ നബിയുടെ ചരിത്രം, ഭാരതത്തിൽ ശ്രീരാമന്റെ ചരിത്രം, കൃഷ്ണന്റെ ചരിത്രം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ചരിത്രബോധമുള്ളത് കൊണ്ടല്ലേ. എവിടെന്നാ വന്നതെന്നറിയണം. എന്നിട്ട് ഭൂതകാലത്തിന്റെ അറിവുകളിൽ മനസ്സിന്റെ വേരുകൾ ഓടിച്ച് അതിന്റെ ജലവും ലവണവും വലിച്ചെടുത്തിട്ട് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിന്റെ തൈത്തടിയിൽ, അതിന്റെ മരത്തിന്റെ തടിയിൽ വെച്ച് രസവും പുളിയും ചേർത്ത് ഭാവികാലത്തിന്റെ പഴങ്ങളായിട്ട് ഇലകളായിട്ട് പുഷ്പിക്കുന്ന ഒരു മഹാവടവൃക്ഷമാണ് നമ്മുടെ ജന്മം. അതിന്റെ വേരുകൾ ഭൂതകാലത്തിൽ നിന്നാണ്. വർത്തമാന കാലഘട്ടത്തിന്റെ അതിന്റെ തടി, ഭാവികാലമാകുന്ന കൊമ്പുകൾ, ഇലകൾ, കായ്കൾ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെപ്പാൻ ഇത് ചേരുന്നതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഭൂതകാലം വേണ്ടേ? അതിനാ വിദ്യാഭ്യാസം. എന്താ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം നടത്തുന്നത് മുൻകാലങ്ങളിൽ എന്താ, നമ്മൾ എങ്ങനെയാ മനുഷ്യൻ വളർന്നു വന്നത് എന്നറിയാനാ. എവിടെ നിന്നോ വന്നു എന്ന് അറിഞ്ഞാലേ എങ്ങോട്ടാ പോകുന്ന, എവിടേക്കോ പോണു ഞാൻ, അതറിയണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് വിളക്കുമരങ്ങളുണ്ട്. എന്താണ്? പ്രകാശഗോപുരങ്ങൾ. ആ പ്രകാശഗോപുരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. ആ പ്രകാശഗോപുരങ്ങളാണ് പ്രവാചകന്മാർ, ആ പ്രകാശഗോപുരങ്ങളാണ് തത്വശാസ്ത്രജ്ഞന്മാർ, ആ പ്രകാശഗോപുരങ്ങളാണ് സ്നേഹത്തിന്റെ, അറിവിന്റെ ഉദ്ഘോഷണം നടത്തിയവർ. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മുൻകാലങ്ങളിലുള്ള മനുഷ്യരെ കുറിച്ച്, ശാസ്ത്രജ്ഞരെ പറ്റി, പ്രവാചകന്മാരെ പറ്റി, ഫിലോസഫർമാരെ പറ്റി പഠിച്ചിട്ട് അതും എന്റെ ബുദ്ധിയും കൂട്ടിച്ചേർത്തിട്ട് ഭാവി കാലത്തെ രൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. സ്വന്തമായ ബുദ്ധി വളർത്തണം. വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ട നൈപുണി മാഷക്കറിയുന്നത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതാനല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ആണോ. ഒരു കുട്ടിയെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം അറിയാത്തേറ്റ് മാഷ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, വീട്ടിലെത്തി പുറത്താക്കി എന്നെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ നീ ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉത്തരം കൃത്യമായിട്ട് മാഷക്കറിയാം, പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. മാഷക്കറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന കാര്യം മാത്രം പഠിക്കാനല്ല ഒരു കുട്ടിയും പോകുന്നത്. മാഷക്കറിയാത്ത കാര്യം ചിന്തിക്കാൻ കരുത്തുണ്ടാകുമ്പോഴാണ് ഒരു നല്ല അധ്യാപകൻ ഉണ്ടാകുന്നത്, നല്ല വിദ്യാർത്ഥി ഉണ്ടാകുന്നത്. കുട്ടികളിൽ അധ്യാപകൻ അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഒരാൾ നല്ല അധ്യാപകനാവുന്നത്. ഒന്നും രണ്ട് എന്ന് കാലാകാലങ്ങളായി നമ്മൾ പഠിക്കുക, കാലാകാലങ്ങളായി പഠിക്കുക 1, 1, 2 എന്ന്. എന്നാൽ ഒരു കുട്ടി പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുക? അങ്ങുന്നൊരു പുഴ വരുന്നു, ഇങ്ങുന്നൊരു പുഴ വരുന്നു, 2 പുഴയും ഒത്തുചേരുന്നു. ഒത്തുചേർന്നതിന് ശേഷം പിന്നെ വലിയ പുഴയല്ലാതെ 2 പുഴയില്ലല്ലോ. അപ്പൊ 1, 1 കൂട്ടിയാ ബിമ്മണി വലിയ ഒന്നല്ലേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന തത്വശാസ്ത്രജ്ഞനായി മാറി, നമ്മുടെ അഭിമാനമായി മാറി. അല്ലാതെ 1, 1, 2 ഓ റെഡി എന്ന് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ, അങ്ങനെയുള്ള മനസ്സായിരുന്നെങ്കിൽ ബഷീർ നമുക്കറിയപ്പെടില്ല. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കയ്യില് കറി സ്വാദ് കണക്കിനെ എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും കാര്യമില്ല. ഏതുപോലെ? കയ്യില് കറി സ്വാദ് കണക്കിനെ. സാമ്പാറും പച്ചടിയും ഓലനും എല്ലാം വിളമ്പിക്കൊടുക്കുന്ന കയ്യിലില്ലേ? ചിക്കൻ വിളമ്പുന്ന കൈ, ബീഫ് വിളമ്പുന്ന കയ്യിൽ ഇതുവരെ ഒരു കയ്യിലിനും ഒരു കറിയുടെ ടേസ്റ്റും മനസ്സിലായിട്ടില്ല. അത് മുക്കുക വിളമ്പുക, മുക്കുക വിളമ്പുക, അത്രയേ ഉള്ളൂ. ഈ വിളമ്പുന്ന അറിവിന്റെ കാലത്തിനും ദേശത്തിനും പറ്റിയ രീതിയിൽ, എനിക്ക് പറ്റിയ രീതിയിൽ അതിന്റെ മൂല്യം എന്തെന്ന് തിരിച്ചറിയുവാൻ സ്വന്തം ബുദ്ധി വളർത്തുമ്പോഴാണ് ഒരു കുട്ടി മഹാനാകുന്നത്, അവൻ മനുഷ്യനാവുന്നത്. തേനുണ്ടാക്കുന്നത് ആരാണ്?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തേനീച്ച എന്ന മറുപടിയല്ലേ? അല്ലേ? തേനുണ്ടാക്കുന്നതാരാ? തേനീച്ച. തെറ്റാണ്. ഇന്നോളം തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനീച്ച അത് കലക്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ. ആ പൂക്കളിലെ തേന് ഈ മണ്ണിൽ വീണടിഞ്ഞിട്ടും ഈ മണ്ണിന് മധുരമില്ലല്ലോ. എത്ര പൂക്കൾ ഈ ഭൂമിയിൽ! കോടാനുകോടി പൂക്കളുണ്ട്, അതിലെല്ലാം തേനുമുണ്ട്. ആ പൂക്കളിലെ തേനിൽ കേവലം 20% തേന് മാത്രമേ വണ്ടും തേനീച്ചയും ഉറുമ്പും കുടിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ മണ്ണിൽ തൂവിപ്പോകുന്നു. ഇത് ഒരു ദിവസമല്ലല്ലോ തോന്നുന്നത്. കോടാനുകോടി വർഷമായിട്ട് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് പൂക്കളുണ്ട് ഈ ഭൂമിയിൽ. ആ പൂക്കൾ മുഴുവൻ ഈ മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരമില്ലാത്തത്? ഈ തേനിന് 1-2 ദിവസമേ ആയുസുള്ളൂ, കെട്ടുപോകും. ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ. അത് തേനീച്ച ആ തേന് ശേഖരിച്ച് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ആ തേന് 2 ദിവസത്തെ ആയുസേ ഉള്ളൂ. എന്നാൽ തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ചിട്ട് തന്റെ എൻസൈമുകൾ ചേർത്ത് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് ഔഷധ ഗുണമുള്ള, ഏറെക്കാലം നിൽക്കുന്ന, മധുരമുള്ള തേനാക്കി മാറ്റുന്നത്. നമുക്ക് ഉപകാരപ്പെടുന്നത് പൂക്കളാണ്. പുസ്തകങ്ങൾ പൂക്കളാണ്. അതിലെ അറിവുകളാണ് തേന്. അത് ശേഖരിക്കുന്ന തേനീച്ചകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ആ അറിവ് ശേഖരിച്ച് ആ അറിവ് സ്വന്തം ബുദ്ധിയും സ്വന്തം അനുഭവവും സ്വന്തം വികാരങ്ങളും സ്വന്തം സംസ്കാരവും ഇതിൽ ചാലിച്ചു ചേർത്തിട്ട് ഓരോ അറിവിനെയും സ്വന്തം അറിവാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് ആ അറിവുകൾ തേനുപോലെ ഏറെക്കാലം നിൽക്കുന്നതും ഔഷധ ഗുണമുള്ളതാകുന്നതും നമുക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടുന്നതും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളെ ഉപദേശിച്ച് നേരെയാക്കാനൊന്നും പുറപ്പെടണ്ട. ആ പ്രായത്തിൽ അഡോളസൻസ് പീരീഡ്, നമ്മുടെ യുവാക്കളുടെ അഡോളസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ അഡോൾസൻസാണ്, അവന്റെ ഉള്ളാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ നോക്കൂ. നമ്മളെ കുട്ടികളെല്ലാം നല്ല കുട്ടികളായിട്ടല്ലേ വന്നത്? ഏതെങ്കിലും കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇബിലീസിന്റെ കാരുണ്യം കൊണ്ട്, കലിയുടെ അനുഗ്രഹം കൊണ്ട്, ചെകുത്താന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടി, മോളെ കിട്ടി എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാവരും പറയും പടച്ചോന്റെ കരുണ കൊണ്ടൊരു മോനെ കിട്ടി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടൊരു മോനെ കിട്ടി എന്നൊക്കെയല്ലേ പറയാ. ദൈവത്തിന്റെ കരുണ കൊണ്ട്. അപ്പൊ കുട്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ? നിങ്ങളുടെ അടുത്ത് കൊടുത്തയച്ച ദൈവം നിങ്ങളൊരാളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. ആ പറഞ്ഞയക്കുമ്പോ അയാളെ കയ്യിൽ നിങ്ങൾ കൊടുത്തേൽപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണമോ നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയോ നിങ്ങളുടെ കയ്യിലുള്ള കവറോ ആയിരിക്കുമല്ലോ. നിങ്ങളെ കയ്യിലില്ലാത്ത തരൂല്ലല്ലോ. പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ അയക്കുമ്പോ പടച്ചോന്റെ കയ്യിലുള്ളതല്ലേ തരൂ. പടച്ചോന്റെ കയ്യിൽ തോന്നിയാസുണ്ടോ? തോന്നിയാസുണ്ടെങ്കിൽ അത് പടച്ചോനല്ലല്ലോ. പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് മക്കളെ അയക്കുമ്പോ നന്മകളുടെയും ധാർമ്മികതയുടെയും മൂല്യത്തിന്റെയും കവറുകളാണ് നമ്മുടെ കുട്ടികളെ കയ്യിൽ കൊടുത്തയക്കുന്നത്. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കുട്ടികളും ഇന്ന് ശിശുദിനത്തിൽ അറിയണം നമ്മൾ. മനുജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. കൃഷ്ണനായി അവതരിച്ച ഭഗവാൻ, കർത്താവിന്റെ പുത്രനായ യേശുദേവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ. എല്ലാ കുട്ടിയും ഉണ്ണി കണ്ണനായിട്ടോ ഉണ്ണി യേശുവായിട്ടോ മുത്തുനബിയായിട്ടോ ജനിക്കുന്നു. ഏത് കുട്ടി? ഇന്ന് ആ പെൺകുട്ടിയെ ഭീകരമായി ആക്രമിച്ചു കൊന്ന, എന്താ അതിന്റെ പേര്, വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയുണ്ടല്ലോ, അസ്ലമോ അൽഫാൽ, അസ്വാദ് ആലം. ഇവൻ ജനിക്കുമ്പോ ദുഷ്ടനായിട്ടാ ജനിച്ച? അല്ലല്ലോ. അവൻ ജനിക്കുമ്പോ ദുഷ്ടനായിട്ട് ജനിച്ചിട്ടില്ല. അവൻ ജനിക്കുമ്പോഴും ദൈവത്തിന്റെ മകനായിരുന്നു. സൗമ്യയെ കൊന്ന ഗോവിന്ദച്ചാമി ദൈവത്തിന്റെ മകനായിരുന്നു. തടിയന്റെ അവിടെ നസീർ ഇല്ലേ ഭീകരവാദിയായിട്ട് ജയിലിൽ കിടക്കുന്നത്, അയാള് ദൈവത്തിന്റെ മകനായിട്ട് ജനിച്ചതല്ലേ? ഏത് ഭീകരവാദിയും ഏത് വൃത്തികെട്ടവനും ജനിക്കുമ്പോ നല്ല കുട്ടിയാ. അവൻ ജനിച്ചുടനെ നമ്മളോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയുന്നു കുട്ടി കരയുന്ന. ജനിച്ച ഉടനെ കുട്ടി എന്തിനാ? സാധാരണ നമ്മൾ കരയെന്തിനാ? സങ്കടം കൊണ്ടോ ഭയം കൊണ്ടോ പേടിച്ചിട്ടൊക്കെ അല്ലേ?
ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത്? ഹമാസിലെ കുട്ടികളെ ബോംബെറിഞ്ഞ് കൊന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് കരയോ കുട്ടി? ഇല്ല, കുട്ടിക്കറിയില്ലല്ലോ അത്. ഹമാസിൽ ബോംബ് വീണ് മരിച്ച കുട്ടിക്ക് അല്ലാഹു ആരെന്നറിയില്ല, നെത്യാഹു ആരെന്നറിയില്ല, യഹോവ ആരെന്നറിയില്ല. ആ കുട്ടികൾ ഈ ലോകത്തിന് പോസിറ്റീവ് എനർജിയുമായിട്ട് വന്നതാ. അവൻ ഭയന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിച്ചിട്ട് കരഞ്ഞതല്ല. അവൻ ജനിച്ച ഉടനെ കരയുന്നത്, അവൻ വിളിക്കുക ഉപ്പ, ഉമ്മ, അമ്മേ, അച്ഛ, പഞ്ചായത്ത് മെമ്പറെ, മുനിസിപ്പൽ ചെയർമാനെ, ഓടിവാ, ഞാനിതാ പാട്ടുപാടാൻ കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരയ്ക്കാൻ വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കവിത എഴുതാൻ വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹിക്കാൻ ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാൻ തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാൻ കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാൻ കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരു വാങ്ങും ഇന്നാരു വാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. ഇതാണ് അവന്റെ വിളി. നമ്മുടെ ജോലി അത് ഏറ്റുവാങ്ങലാണ്. അവന്റെ വായിൽ മധുരം തേച്ചു കൊടുക്കുമായിരുന്നു പണ്ട്. ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുക ഈ ലോകം കൊള്ളാലോ, മധുരം ഉണ്ടല്ലോ. തേനും വയമ്പും പണ്ട് പരട്ടി കൊടുക്കും. ഇപ്പോഴുണ്ട് അല്ലേ തേന്, കൊള്ളാലോ. ഇപ്പൊ പലരും അത് ചെയ്യുന്നില്ല. എന്താ? ഒരു കുത്തങ്ങ് വെച്ചു. പ്രതിരോധ വാക്സിനേഷൻ നിർബന്ധമായി കൊടുക്കണം. പക്ഷേ അതാണ് ആദ്യം കൊടുക്കുന്നത്. ആദ്യം കൊടുത്താൽ കുട്ടിക്ക് തോന്നുക ഇവരല്ല എന്നെ കുത്താൻ വന്ന ഇബിലീസുകളാണ് തോന്നുക. കുത്തങ്ങ് വെച്ചു കൊടുക്കുമ്പോ കരയാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷനായി മാറും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ആവണം. ആ കുട്ടിയുടെ ഉള്ളിൽ നെഗറ്റീവാ കൂടുന്ന. ആ നെഗറ്റീവ് പിന്നെ വളർന്ന് ഈ ലോകം മുഴുവൻ എന്നെ കൊല്ലാമെന്ന, എല്ലാവരും എന്നെ പറ്റിക്കാമെന്ന എന്നാണ്. ഞാൻ രാത്രിയിൽ വളരെ വൈകിട്ട് എപ്പോഴും പോകുന്ന ഒരാളാ. ഇനിയിപ്പോ ഇന്ന് വീട്ടിലെത്തുമ്പോൾ 3 മണിയാവും. ഞാൻ വണ്ടി കൊണ്ടുപോകുമ്പോൾ രാത്രിയിൽ പലരും വഴിയിൽ ഇങ്ങനെ വണ്ടി കിട്ടാതെ കാത്തു നിൽക്കും. ആരെ ആയാലും ഞാൻ വണ്ടി നിർത്തിയിട്ട് എടുക്കും. അതിനെപ്പറ്റി എന്നെ വണ്ടിയിൽ ആദ്യം കയറിയ ആൾ പറയും ആരെയും വിശ്വസിച്ചൂടാ, അങ്ങനെ നിർത്തിക്കൂടാന്ന്. ഓനെ കയറ്റിയാൽ പിന്നെ ഓൻ പറയും ഇനി ആരും എടുക്കരുതെന്ന്. എൻ്റെ നാട്ടുകാർ പറയും നീ ഇങ്ങനെ എല്ലാവരെയും കയറ്റിയിട്ട് എങ്ങനെയുള്ള ആളാന്നറിയില്ലല്ലോ. ഞാൻ പറയാ 1000-ൽ ഒരാൾ പോലും ഇല്ല വൃത്തികെട്ട ആളുകൾ. ഒരാൾ പോലും ഇല്ല. ആ ഒരാൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ ഒരാൾക്ക് വേണ്ടി ബാക്കി 999 ആളെയും നമ്മൾ സംശയിക്കലല്ലേ? അത് വൃത്തികെട്ട സ്വഭാവമല്ലേ അത്? ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കിയെല്ലാം മോശമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മനോഭാവം നമ്മളിൽ ഇവിടെ വന്നോ? നമ്മുടെ ഉള്ളിൽ നെഗറ്റീവാ കൂടിയേ. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് ഞാൻ ഇപ്പൊ കണ്ടെത്തി തരട്ടെ. നിങ്ങളിതാ മിംസിൽ, കോട്ടക്കൽ മിംസിലുണ്ട് ഒരു സ്കാനിങ്. നിങ്ങൾ അവിടെ കിടത്തിയിട്ട് തലയിൽ വയറെല്ലാം പിടിപ്പിച്ച് ന്യൂറോ സർജൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ കുറേ പേടിപ്പിക്കും. നിങ്ങളോട് മറുപടി പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ കണ്ടെത്തി തരും. നിങ്ങൾ 3300 രൂപ സ്കാനിങ് പോന്നോ? 3300 ചിലവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനക്ക് മൂപ്പനല്ലേ ആസാദ് മൂപ്പൻ എനിക്ക് കമ്മീഷൻ തന്നിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അവിടെ പോണ്ട, ഞാനിപ്പം കണ്ടെത്തി തരാം നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ. പക്ഷെ ഒറ്റ വ്യവസ്ഥ, 1/2 മിനിറ്റ് നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിക്കണം. എന്താ വേണ്ടത്? 1 ക്ലാസ്സിലെ കുട്ടിയായിട്ടിരിക്കുക കുറച്ചു നേരം. നിങ്ങൾ പല ഉസ്താദും മൊയ്ലിയാറും പിന്നെ കുടുംബനാഥനും ബിസിനസ്സുകാരനും മാഷന്മാരെല്ലാം ഉണ്ടാവും. അതൊന്നുമല്ല, ഞാൻ വെറും 1 ക്ലാസ്സിലാന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനൊരു വാക്ക് പറയും, തൊട്ടടുത്ത വാക്ക് നിങ്ങൾക്ക് എന്താ തോന്നി അത് വിളിച്ചു പറയാം. ഇത്രയേ വേണ്ടൂ. ഞാൻ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങളെ തലയിൽ എന്താ വന്ന് അപ്പം വിളിച്ചു പറയണം. അല്ലാതെ അത് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമാവുമോ ഒന്നൊന്നും ആലോചിക്കരുത്. ഒന്നും ആലോചിക്കാണ്ട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ 3300 ലാഭാക്കി തരാം. വേണോ? റെഡിയാണോ? റെഡിയല്ലേ? അപ്പൊ ഞാൻ വാക്ക് പറയട്ടെ. തൊട്ടടുത്ത വാക്ക് ഒട്ടനെ പറയട്ടെ. ഒരു കാലത്തും നന്നാവില്ല, ഗുണം പിടിക്കൂല. കണ്ട നെഗറ്റീവാ. ഇനി പോണ്ട, മീൻസ് പോണ്ട. നന്നാവൂല എന്ന് മനസ്സിലുള്ളേ, പിന്നെ ഏടിയ നന്നാവുക. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തൂല എന്നാ. ഒരു കാലത്തും മറ്റേ കാലത്തൂല, മനസ്സിലായോ? ഒരു കാലത്തും നന്മ നശിക്കൂല എന്ന് പറഞ്ഞോ? ഒരു കാലത്തും ഭൂമി നശിക്കില്ലെന്ന് പറഞ്ഞോ? ഒരു കാലത്തും ജീവൻ പറ്റിപ്പോവില്ലെന്ന് പറഞ്ഞോ?
ഇല്ല. നമ്മളെ മനസ്സിൽ ഗുണം പിടിക്കൂല, നന്നാവില്ല എന്നാ തലയില്. പിന്നെ എങ്ങനെയാ ഈ കുട്ടികളെ ഗുണം പിടിക്കുക? സ്ഥിരം കേൾക്കുന്നത് അതല്ലേ കേൾക്കുന്നുള്ളൂ, ഇതല്ലേ കേൾക്കുന്നുള്ളൂ. പോസിറ്റീവ് കേൾക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ എപ്പോഴും ഉപദേശിച്ച് മോനെ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറയുമ്പോൾ ഈ കണക്കിലൊരു കണക്കുണ്ട്. പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാൽ ഫലം നെഗറ്റീവേ ഉള്ളൂ. നെഗറ്റീവുള്ള കുട്ടികളോട് എത്ര പോസിറ്റീവ് പറഞ്ഞാലും എന്തേ ഉള്ളൂ, ആടുന്ന അങ്ങോട്ട് പുറകോട്ടാ പോകുന്ന. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ അവൻ എവിടെ നിൽക്കുന്നു എന്നതാ ചോദ്യം. ഒരു കുട്ടിയെ നിങ്ങൾ മുന്നോട്ട് നയിക്കണം. എങ്ങോട്ടാ? യഥാർത്ഥ വിജയത്തിലേക്ക്, യഥാർത്ഥ നന്മയിലേക്ക് നയിക്കണം. പക്ഷേ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് തിന്മയിലേക്കാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നതോറും കുട്ടി എടുത്തേക്കാ പോന്നെ, തിന്മയിലേക്കാ പോകുന്നത്. കുട്ടീനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കണം. കോഴിക്കോടാ പോണ്ട്, മുന്നോട്ട് പോടാ. പക്ഷെ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് മുക്കത്തേക്കാ. കുട്ടി എങ്ങോട്ടാ എത്തുക? മുക്കത്താ എത്തുക, കോഴിക്കോട് എത്തൂല. മുന്നോട്ട് നയിക്കലല്ല നമ്മുടെ ജോലി. അവന്റെ നിലപാട് എവിടെയാ നിൽക്കുന്നതെന്ന് നോക്കണം, എന്നിട്ടേ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. അവിടെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതി ജോലി കിട്ടി ശമ്പളം വാങ്ങി മിണ്ടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയിലും മുതിർന്നവരുമുള്ള നല്ല അംശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, അവന്റെ ഉള്ളിലെല്ലാം ദൈവാംശമുണ്ട്. ആ ദൈവാംശത്തെ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം. ആ ദൈവാംശത്തെ പുറത്തു കൊണ്ടുവരാൻ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് പ്രവേശന കവാടം മാത്രമാണ്. പാഠപുസ്തകങ്ങൾ എല്ലാമല്ല. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പാഠപുസ്തകങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു. ഫുൾ A+ കിട്ടിയ പിന്നെ എല്ലാമായി എന്ന് വിചാരിക്കുന്നു. ഫുൾ A+. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ. കാലത്തെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുത്തനെ വര Y ആക്സിസ്, വെലങ്ങനെ വര X ആക്സിസ്, കാലം Y ആക്സിസ്, ദേശം X ആക്സിസ്, അതാണ് പ്ലസ്. കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തമായി വണ്ടി ഓടിക്കാനുള്ള കരുത്ത് കൊടുക്കണം അവന്. അവന്റെ ജീവിതം എല്ലാ കാലത്തും അവന്റെ കൂടെ ഉപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല. അവന്റെ ജീവിതം ഒറ്റക്കാവുമ്പോൾ ഓരോ കുട്ടിയും എന്തു ചെയ്യുന്നു എന്ന് എപ്പോഴും പിറകെ നോക്കാൻ അവന്റെ തലക്ക് മേലെ CCTV വെച്ചിട്ട് നടത്താൻ പറ്റുമോ? നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എന്താ ചെയ്യുന്നത്, എന്താ കഴിക്കുന്നത്, എവിടെ പോകുന്നു, എന്തു പറയുന്നു എന്ന് നിരന്തരം നമുക്ക് അവനെ വീക്ഷിക്കാൻ ഒരു സംവിധാനവും ഇല്ല. എല്ലാ കുട്ടീൻ്റെ തലയിലെ മേലെ CCTV വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ മാർഗം? അവന്റെ ഉള്ളിൽ ഒരു കാവൽക്കാരനെ നമുക്ക് നിശ്ചയിച്ചു കൊടുക്കാനുണ്ട്. ഈ കാവൽക്കാരൻ ഉറങ്ങിപ്പോയിട്ടാണ് അവൻ മദ്യപാന തെരുവിലും മയക്കുമരുന്നിന്റെ തെരുവിലും അവൻ കഞ്ചാവിന്റെ തെരുവിലും വഴിതെറ്റിപ്പോകുന്നതിന് ഉത്തരവാദി. അവന്റെ ഉള്ളിലെ കാവൽക്കാരനെ ഉണർത്തുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബത്തിലും പരാജയപ്പെട്ടു എന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസമല്ല എല്ലാം. സ്കൂളിൽ കുട്ടി ഇരിക്കുന്നത് 6 മണിക്കൂറാ, അല്ലേ? 6 മണിക്കൂറാ. 24 മണിക്കൂറിൽ 6 സ്കൂളിൽ പോവാനും വരാനും ഒരു 2 മണിക്കൂർ കുട്ടിക്കോ. 8 കഴിച്ചിട്ട് 16 മണിക്കൂർ കുട്ടി വീട്ടിലാണ്. ആ വീടാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ വ്യക്തിത്വം വളർത്തുന്ന സർവകലാശാല. ആ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച മാത്രമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടേ ചേർത്തു, റേഷ്യൽ പേരെഴുതി, പുസ്തകം വാങ്ങിക്കൊടുത്തു, ഫീസ് അടച്ചു. ഇനി മാഷന്മാരാവട്ടെ പാഠപുസ്തകമാകട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി മാറി നിൽക്കുന്ന രക്ഷിതാക്കളാണ് ഈ കുട്ടികൾ. ഇത്രയും വിവരമുള്ള കുട്ടികളും വഴിതെറ്റി പോകുന്നതിന് ഉത്തരവാദി ആ കുട്ടിയല്ല, നമ്മൾ രക്ഷിതാക്കളാണ്, നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ധർമ്മം നിർവഹിക്കാത്തതാണ് നമ്മൾ മാറി നിൽക്കുക. കുട്ടികളെല്ലാം നല്ല കുട്ടികളാ. മരിച്ചുപോയൊരു കുട്ടിയുടെ ഫോട്ടോ കണ്ടു ഞാനൊരു പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിലാ. ആ കുട്ടിയുടെ അച്ഛനും അമ്മമാര് കുട്ടിയുടെ 16ാം ചരമദിനത്തിൽ ഫോട്ടോ കൊടുത്തിട്ട് അനുസ്മരണം കൊടുത്തതാ. ആരാണ് ഈ കുട്ടിയെന്നറിയാൻ ഞാൻ അതിന്റെ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ഹു പ്ലക്ഡ് ദി ഫ്ലവർ, ഐ സെഡ് ദി മാസ്റ്റർ, ദെൻ ദി ഗാർഡനർ കെപ്റ്റ് സൈലന്റ്. ആരാ പൂ പറിച്ചത്? ഞാനാ പറിച്ചത്, ഉടമ പറഞ്ഞു. പിന്നീട് തോട്ട സൂക്ഷിപ്പുകാരൻ മിണ്ടിയില്ല. ഇത്രയും എഴുതിയിട്ട്
തോട്ടം നട്ട് നനച്ചു വളർത്തുന്ന ഒരു പണിക്കാരനുണ്ട്. അയാൾ നോക്കുമ്പോൾ ഒരു പൂവ് കാണുന്നില്ല, ആരോ പറിച്ചു കളഞ്ഞു. ആരടാ പൂ പറിച്ചത്? അപ്പൊ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഞാൻ പറിച്ചതാ. അയാൾക്ക് പറിക്കാലോ. പിന്നീട് തോട്ട സൂക്ഷിപ്പുകാരന് മിണ്ടാൻ അധികാരമുണ്ടോ? ഈ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനമ്മമാര് ചോദിക്കുക, ആരാ എന്റെ മോനെ എടുത്ത്? മോനെ തന്നാള് മേലെ എന്ന് പറയാ, എന്റെ തോട്ടത്തിലെ പൂവ് ഞാൻ പറിച്ചെടുത്തതാ. പിന്നീട് അച്ഛനമ്മമാർക്ക് ചോദിക്കാൻ അവകാശമില്ലെന്ന് ആശ്വസിക്കുന്ന എത്ര മനോഹരമായ കവിതയാണത്! എത്ര മനോഹരമായ കവിത! ആ ദൈവത്തിന്റെ കുട്ടി പിന്നെ എങ്ങനെയാ ഇബിലീസും കലിയും ചെകുത്താനും പിടികൂടിയേ? എവിടുന്ന? ആരാ? മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് ജീവിത നൈപുണി, ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അവന്റെ അറിവും ജീവിതവും തമ്മിൽ രണ്ടും രണ്ട് വഴിക്കാൻ, ഇതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ നമ്മുടെ കുടുംബം എന്ന വലിയ സർവകലാശാല ഇടുക. നമ്മുടെ കുടുംബം എന്ന സർവകലാശാല ഇപ്പോൾ ഷെഫുകളുടെ, ഹോട്ടലുടെ, ലോഡ്ജിന്റെ, കംഫർട്ട് സ്റ്റേഷന്റെ ഇടമായി പോയില്ലേ? നമ്മുടെ വീടെന്തിനാ? നമ്മൾ വീടെടുത്തത് നമ്പർ 1 ഉറങ്ങാൻ. അതിനല്ലേ നമ്മുടെ പ്രധാനം. ഈ ഉറക്കത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികളിൽ ഇടപെടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമോ? ഒരു 90 വയസ്സ് വരെ ആയുസിനിടയിൽ 35 കൊല്ലം രാവ് പകല് നമ്മൾ ഉറങ്ങുന്നല്ലേ? നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്ന കൊണ്ടാ. ഹോൾസെയിലായിട്ട് കൂട്ട് 24-ൽ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നില്ലേ? 1/3, 90ന്റെ 1/3 30 അല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങിയില്ലേ? ഒരു 60-70 കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങൂലേ? അപ്പൊ ഒരു 5 കൊല്ലം എക്സ്ട്രാ കാണണ്ടേ? 35 കൊല്ലം നമ്മൾ ഫുൾ ഉറക്ക ബോധത്തോടെ നമ്മൾ നടക്കുന്നത് 55 കൊല്ലം മാത്രമാ. 90 വയസ്സ് വരെ ജീവിക്കുന്ന ആള് 70 അടിച്ചു പോന്നാ അതിൽ കുറയും, താഴോട്ട് പോകും. 55 കൊല്ലമേ നമുക്ക് ബോധമുള്ള അവസരമുള്ളൂ. ആ 55 കൊല്ലത്തിൽ ഈ ശരീരമാകുന്ന മൃഗത്തെ പോറ്റാൻ വേണ്ടി എത്ര കൊല്ലെടുക്കുന്നുണ്ട്? ശരീരമാകുന്ന മൃഗത്തെ ഭക്ഷണം അന്വേഷിക്കാൻ, ഭക്ഷണം കണ്ടെത്താൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, കൈ കഴുകാൻ, പല്ലിനുള്ളിൽ കുത്തിയ തോണ്ടിയെടുക്കാൻ, എല്ലാം കൂടി ഒരായുസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നേരങ്ങൾ ഒന്നിച്ചു കൂട്ടിയാൽ 10 കൊല്ലം ഈ ശരീരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പൊ 55 10ഉം പോയി, ഇനി 45 ഉള്ളൂ. 40 പകുതി പോയോ? ആയുസിന്റെ പകുതി പോയി. ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ, വിസർജിക്കണ്ടേ? വിസർജനം വേണ്ടേ? അതില്ലാണ്ട് ആർക്കും കഴിയില്ലല്ലോ. ഏതൊരായ ആളായാലും വിസർജിക്കണ്ടേ? പ്രധാനമന്ത്രി ആയാലും പോട്ടെ. അതിനെത്ര സമയം? എത്ര തവണ മൂത്രമൊഴിക്കും? എത്ര തവണ കക്കൂസ് പോവും? കുളിക്കാൻ എത്ര സമയം എടുക്കും? വെള്ളം ഒഴിച്ച് കുളിക്കുന്ന സമയം മാത്രമല്ലല്ലോ, കുളിക്കാൻ വേണ്ടി പുറപ്പെടാൻ, അതിൻ്റെ സോപ്പെടുക്കാൻ, അതിൻ്റെ തോർത്തെടുക്കാൻ, തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാൻ, പല്ല് തേക്കാൻ, കുറച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എല്ലാം കൂടി 10 കൊല്ലം വിസർജനത്തിനും പോയി. ഇനി എത്രയാ ബാക്കി? 35 ബാക്കിയുള്ളൂ. 10 കൊല്ലം അസുഖമായിട്ട് കിടക്കും. പലവിധ അസുഖങ്ങൾ വന്നിട്ട് വിശ്രമിക്കാൻ 10 കൊല്ലം. ഇനി 25 ബാക്കിയുള്ളൂ. നമുക്ക് മുടി ചെയ്യാൻ, മീശ കട്ട് ചെയ്യാൻ, താടി ഒപ്പിക്കാൻ, ഷേവ് ചെയ്യാൻ, പൗഡർ ഇടാൻ, പൊട്ടു തൊടാൻ, പിരിയം പൊരിക്കാൻ, എല്ലാം കൂടി നമ്മുടെ ശരീരത്തെ അണിയിച്ചൊരുക്കാൻ 10 കൊല്ലം വേണം. ഇനി 15 ബാക്കിയുള്ളൂ. എണ്ണീറ്റ് നോക്കുമ്പോൾ ഇനി എത്രയാ ബാക്കി? മനുഷ്യനാവാൻ നമുക്ക് എത്രയുള്ളേ? 15 കൊല്ലമേ ഉള്ളൂ. ആ 15 കൊല്ലമെങ്കിലും ഈ ശരീര പ്രക്രിയയിലേക്ക് പോകാതെ ഈ പ്രപഞ്ച വിശ്വത്തിന്റെ പ്രകാശ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കുട്ടിയെ കരുത്തു കൊടുക്കേണ്ടവനാരാ? അത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബം പക്ഷേ ഉറങ്ങാനുള്ള കട്ടിലും ബെഡ്റൂമും അല്ലേ, ഭക്ഷണം കഴിക്കാനുള്ള അടുക്കള അല്ലേ, വിശ്രമിക്കാനുള്ള കട്ടില്, പിന്നെ ടോയ്ലറ്റ്, ഈ പ്രക്രിയക്ക് മാത്രമാണോ വീട്? ആ വീട്ടിൽ ഓരോ ദിവസവും പഠിച്ചിട്ട് വരുന്ന ജനാധിപത്യ രീതിയിലുള്ള മക്കളും ഉമ്മയും ഉപ്പയും മക്കളും തമ്മിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ, സംവാദങ്ങൾ നഷ്ടപ്പെട്ട വീട്ടിലാണ് മയക്കുമരുന്ന്. ഇത് വെറുതെ ഞാൻ അടിച്ചു വിടുന്നതല്ല. മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ 100 ക്ലാസ് എടുത്തിട്ടും കുട്ടികൾ മയക്കുമരുന്നിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. എന്തെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും സന്നദ്ധ സംഘടനകളും മയക്കുമരുന്നിനെതിരായിട്ട്, മദ്യത്തിനെതിരായിട്ട് എത്ര പ്രചരണം നടത്തുന്നുവോ അത്ര മദ്യവും മയക്കുമരുന്നും കൂടി വരുന്നതിന്റെ കാരണം എന്തേ? അതിന്റെ കാരണം
ഈ കുട്ടികളിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തിനെ മുന്നിലെടുത്ത് വെക്കാതെ ഈ ബാഹ്യമായ ശരീരത്തിന്റെ സുഖങ്ങൾ അതിനു വേണ്ടിയിട്ട് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തുറന്ന സ്ഥാപനങ്ങൾ ഏതാ? ശ്രദ്ധിച്ചോ നിങ്ങൾ? ബേക്കറിയും ഹോട്ടലും അല്ലേ? ഏറ്റവും കൂടുതൽ എന്തെല്ലാം ഹോട്ടലാ, എന്തെല്ലാം ബേക്കറിയാ.